കണ്ടില്ലെങ്കിൽ കണ്ടോ. വാരി വലിച്ച് തിന്ന് 100 റുപ്യക്ക് കിട്ടാന്ന് ചോദിച്ചു. ഫുള്ള് പുഴു വരിച്ച സാധന കൊടുത്തു. പുഴു വരിച്ച സാധനമാണ്. മുഴുവനും ഇവിടെ പുഴു വരിച്ച സാധനങ്ങളാണ്. പുഴു വരിച്ച് നാറിച്ച സാധനങ്ങളാണ്. 100 റുപ്യ ഓഫർ എന്ന് പറഞ്ഞിട്ട് അടിച്ച് കയറ്റി വിട്ടത്. ജനങ്ങൾ വരി നിന്ന് വാങ്ങിക്കൊണ്ടതാണ് ഈ പുഴു വരിച്ച സാധനങ്ങൾ മൊത്തം. എന്റെ ആറ്റുകാൽ ഭാസ്കര, അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. 100 റുപ്യക്ക് കിട്ടാന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് കേരളക്കാർ പണ്ടാരം പറഞ്ഞ മാതിരിയാണ്. വെറുതെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആസിഡും കുടിക്കുന്ന പറഞ്ഞ മാതിരി ഉള്ള സാധനം ഫുള്ള് ഇവിടെ കണ്ടില്ല. ഇതിൻ്റെ ഉള്ളിലുള്ള ഇവരെ ഗോഡൗൺ, അത് ഷോറൂം, സാധനം സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ. കണ്ടോ, ഇതാണ് നമ്മൾ മലയാളികളുടെ അവസ്ഥ. എവിടെ ഓഫർ ഉണ്ടോ അവിടെ കമന്നടിച്ച് വീഴും. ഇതൊക്കെ എന്ത്? അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ നന്നാക്കാൻ ഇവിടെ ഒരു ബിസിനസ്സുകാരും ശ്രമിക്കില്ല. അവരുടെ കച്ചവടം നന്നാക്കി അവര് നന്നാവാൻ വേണ്ടിയേ ശ്രമിക്കുള്ളൂ എന്നുള്ളൊരു പോളിസി ഉണ്ടല്ലോ. ആ പോളിസി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഒരു വ്യക്തിയും അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ജനങ്ങളെല്ലാവരും നന്നാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇനി നഷ്ടത്തിലായാലും വേണ്ടില്ല, ജനങ്ങൾ നന്നാവട്ടെ എന്ന് വെച്ചാൽ ആരാണ് ഇവിടെ ബിസിനസ് ചെയ്യുന്നത്? അപ്പൊ ഈ ഓഫർ ഇടുമ്പോൾ നിങ്ങളൊന്നും ചിന്തിച്ച് നോക്കുക. ഓഫർ എന്ന് പറഞ്ഞത് അവിടെ ഒന്നെങ്കിൽ അത് പഴയതായിരിക്കും, അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയിരിക്കും. അങ്ങനെ എന്തെങ്കിലും വിഷയമുള്ള സാധനങ്ങൾ മാത്രമായിരിക്കും അവിടെ ഓഫറിൽ വെക്കുക. അപ്പൊ നമ്മുടെ പാരന്റ്സ് അടക്കം ഓഫർ ഉണ്ട് എന്ന് പറയുമ്പോൾ, ഉമ്മാക്കൊക്കെ ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉമ്മ എങ്ങനെങ്കിലും അവിടെ എത്തിയിട്ട് ഭയങ്കര എന്തോ ലാഭമാന്നുള്ള വിചാരമാണ്. അടിപൊളി. ചിക്കന്റെ കാര്യം മാത്രമല്ല പറഞ്ഞത്, മറ്റുള്ള എല്ലാ ഓഫറും. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഓഫർ എന്ന് അവിടെ എന്തെങ്കിലും ഡാമേജ് പീസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതോ അല്ലെങ്കിൽ കുറഞ്ഞ വിലക്ക് അവർക്ക് എവിടെന്നെങ്കിലും കിട്ടിയ സാധനങ്ങളോ, അപ്പൊ ഇതൊക്കെ ലാഭമില്ലാതെ ഒരു സാധനം കച്ചവടം ചെയ്യില്ല. അപ്പൊ നമുക്ക് ഓഫറിൽ കിട്ടാച്ചാൽ പകുതി വിലക്ക് കിട്ടാച്ചാൽ അതിന്റെ മുകളിൽ എത്ര ലാഭം. അപ്പൊ എന്തോ സംഭവം ഡിഫോൾട്ടുള്ള സാധനമാണ് വരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. അല്ലെങ്കിൽ അവിടെ പ്രൊഡക്ഷൻ, ഇപ്പൊ ഒരു ചിക്കന്റെ വില എന്താണ്, ആ ചിക്കൻ ഇത്രയും വില കുറച്ച് കൊടുക്കുമ്പോൾ ആ ചിക്കന്റെ അവസ്ഥ എന്താന്നുള്ളത് മനസ്സിലാക്കണ്ടേ? അല്ലെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റി എന്താ മനസ്സിലാക്കണ്ടേ? അപ്പൊ നമ്മളൊന്ന് ചിന്തിക്കൂ. ഇപ്പൊ നമ്മുടെ മലയാളികളുടെ ഒരു പ്രശ്നം അതാണ്, ഓസിക്ക് എന്ത് കിട്ടിയോ, ഓസിക്ക് കിട്ടിയ ഗ്രീസും തിന്നെന്ന് പറയുന്ന പഴഞ്ചൊല്ലുണ്ടല്ലോ, അത് തന്നെയാണ് അവസ്ഥ. എന്താ നിന്റെ ഉദ്ദേശം? ഓസിക്ക് കിട്ടിയോ സെറ്റ്, അവിടെ ആളുകൾ ഇത് കഴിക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് വാങ്ങാനായിട്ട് അടിയാണ്. അപ്പൊ ഇതാണ് സത്യാവസ്ഥ. അപ്പൊ നല്ല ഭക്ഷണം കഴിക്കൂ, ക്വാളിറ്റി ഉള്ള ഭക്ഷണം കഴിക്കൂ. നിങ്ങൾ കാശ് മുടക്കുമ്പോൾ നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള ഭക്ഷണം തരാൻ നിങ്ങൾ അർഹതപ്പെട്ടത്, അത് നിങ്ങൾ ചോദിച്ചു വാങ്ങി അത് ഉള്ളിടത്ത് പോയിട്ട് കഴിക്കൂ. അല്ലാതെ ക്വാളിറ്റി ഇല്ലാതെ ഈ പറഞ്ഞ പോലെ കുറഞ്ഞ ലാഭത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ പണയം വെക്കല്ലേ. അതുകൊണ്ട് നല്ല ഭക്ഷണം, നല്ല സമീകൃതാഹാരം കഴിച്ചുകൊണ്ട് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോവുക, നല്ലപോലെ വർക്കൗട്ട് ചെയ്യുക, ധാരാളം വെള്ളം കുടിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകേണ്ടതാണ്. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചങ്ക് ബ്രോസിന് അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ഹെൽത്തി.